അജ്ഞാത വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പീരുമേട് പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 55 മൈൽ സ്വദേശി പൂവത്തുമ്മൽ തോമസ് അജ്ഞാത വാഹനമിടിച്ച് മരണമടഞ്ഞത്. രാത്രി 10 മണിയോടെയായിരുന്നു സംഭവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ: ശാരീരികമായി അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്തു നിന്നും നേരത്തെ തോമസ് വീട്ടിലെത്തി ഇതിനുശേഷം 6 മണിയോടെ പുറത്തേക്ക് പോയി. എന്നാൽ നേരം ഏറെ വൈകിട്ടും തോമസിനെ കാണാതായതോടെ ഭാര്യയും മക്കളും അന്വേഷിച്ചിറങ്ങി. തുടർന്നാണ് വാഹനമിടിച്ചു കിടക്കുന്ന തോമസിനെ കണ്ടെത്തിയത്. നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞായതുകൊണ്ട് അറിയത്തില്ല. പിള്ളേർ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഫോൺ എടുക്കുന്നില്ല. ഇവര് സംശയപ്പെട്ട ഒരു 10 മണി ആകാറായപ്പം റോട്ടിൽ കയറിയപ്പോഴാണ് അടുത്തുനിന്ന് ഫോൺ ചെയ്ത് ഒച്ച കേൾക്കുന്നത്. ആ ഒച്ച കേട്ടെന്നാണ് ഇവർ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ റോഡിൻ്റെ സൈഡിൽ ചപ്പിട്ട് മുടിപ്പം ഫോണിൻ്റെ സൈഡിൽ ആ ഭിത്തിയിലിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടുപിടിച്ച് ഒരു ആംബുലൻസിന് ഒരിക്കലും കിട്ടിയില്ല. രണ്ടാമത് ശരിയാക്കുന്ന ഒരു ആംബുലൻസ് വന്നത് കൈ നിർത്തി കയറ്റി ഇവർ കൊണ്ടുപോയത്. പിന്നീട് തോമസിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഏറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം എന്നാണ് നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവത്തിൽ പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തോമസിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടിയ മൃതശരീരം ഇന്ന് വൈകുന്നേരം 7 മണിയോടെ കല്ലാറുകവല സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.